നേരത്തെ നമ്മൾ ഒരാഴ്ച മുന്നേ നമ്മൾ ഇട്ട വീഡിയോയുടെ ആൻസർ ആണ്, അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാനും എന്താണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു ഗോൾ കീപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു ക്രോസ് ബോൾ അല്ലെങ്കിൽ കട്ട് ബോൾ സിറ്റുവേഷൻ ആണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ബേസ് ഓഫ് ഗോൾ കീപ്പിംഗ് ഫസ്റ്റ് പറയുന്നത് ഐസ് ഓൺ ദി ബോളാണ്. അപ്പോൾ ബോൾ വാച്ച് ചെയ്യുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പൊസിഷൻ എടുക്കുക. ഈ രണ്ടും കാര്യങ്ങളില്ലാണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യുക, ഐസ് ഓൺ ദി ബോൾ, ആ ബോൾ നോക്കുക, അതിൻ്റെ കൂടെ നിങ്ങളെ മൂവ്മെൻറ്റ്, നിങ്ങളെ പ്ലേയേഴ്സിൻ്റെ എന്ത് ചെയ്യുക, മൂവ്മെൻറ്റ് കൂടി വാച്ച് ചെയ്യണം. അതിൻ്റെ കൂടെ അതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് പൊസിഷൻ എടുക്കുക. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് വരേണ്ടത്, കേട്ടോ, ഈ ഒരു സെൻറ്ററിലാണ് വരുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം ആ ബോൾ ഡെലിവറി ചെയ്യുമ്പോൾ എൻ്റെ ബോളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ വാണ്ട് ടു കോൾ കീപ്പർ. അതാണ് അവിടെ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരേണ്ടത്. എൻ്റെ ബോളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഞാൻ പറയേണ്ട കമൻ്റാണ് കീപ്പർ എന്നുള്ളത്. അത് എന്തിനാണെന്ന് വെച്ചാൽ അത് എൻ്റെ ബോളാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. ആർക്ക്? ഡിഫൻഡേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കണം. സോ അത് അവിടെ എന്തുണ്ടാവില്ല, ക്ലാഷ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡിഫൻഡർ എന്ത് അല്ലെങ്കിൽ സ്ട്രൈക്കറിന് മനസ്സിലായി എൻ്റെ ബോളെന്ന് ഞാൻ ക്വിക്കായി അപ്രോച്ച് ചെയ്ത് ആ കീപ്പറിന് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, എൻ്റെ ഡിഫൻഡറാണ് ഇതുള്ളത്, അവന് എന്ത് ചെയ്തു, സഫാൻ എൻ്റെ ഡിഫൻഡറാണ്, സഫാൻ എന്ത് ചെയ്തു, അവിടെ ഡീലാക്കി. ഓക്കെ, സോ എനിക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഓരോ സാഹചര്യത്തിലും.